ഐസൻ ജോസ്, പലതരം ഭീകരപ്രവർത്തനം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കൾച്ചറൽ ആവാം, മതപരം ആവാം, മറ്റ് തരത്തിലൊക്കെ ആവാം. ഈ സിലക്റ്റീവ് ക്രിറ്റിസിസം എന്നൊരു ഭീകരത കൂടി ഇവിടെ വളർന്നു വരുന്നു. രണ്ട് തരത്തിൽ. ഒന്ന്, ചില കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് വല്ലാതെ അങ്ങ് വിമർശിക്കും, അതിനെ ആക്രമിക്കും. ചില കാര്യങ്ങളിൽ മനോഹരമായ മൗനം. അതേക്കുറിച്ച് ചോദിച്ചാൽ അത് സ്വാതന്ത്ര്യമല്ലേ? എൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇതിൻ്റെ ഒരു 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 പുതിയ നാരറ്റീവ് കൊണ്ടുവന്ന് ഒരു പുതിയ ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് ചിലതിനെക്കുറിച്ച് മാത്രമേ മിണ്ടാവൂ, ചിലതിനെക്കുറിച്ച് മിണ്ടരുത് എന്നുള്ളത് വരുന്ന ഒരു ഭാഗത്ത്. രണ്ട്, ഈ ഗുണ്ടാ പ്രവർത്തനം പോലെ തന്നെ ഭീകരമല്ലേ ഈ സൈബർ ബുള്ളിയിങ്? തീർച്ചയായും ഗുണ്ടാ പ്രവർത്തനത്തെക്കാൾ ഒരു വൃത്തികെട്ട പരിപാടിയാണ് ഈ സൈബർ ബുള്ളിങ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഒക്കെ വളരെ ചെറുപ്പത്തിലൊക്കെ ഞാനത് കേട്ടിട്ടുള്ളൂ. ഈ പാലത്തിലിരുന്ന് കമൻ്റ് അടിക്കുന്നവരുടെ നേരെ കേസെടുക്കുന്ന പരിപാടിയില്ലേ, കലിങ്കിലിരുന്ന്. അന്ന് അവർക്ക് പൂവാലന്മാരെ എന്നൊക്കെ ഒരു പേരും കൊടുത്തില്ല. ഇവർ ഈ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മളതിനെ അത് മൈൻഡ് ചെയ്യേണ്ട, അവരവരുടെ കാര്യം നോക്കിയോട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനൊക്കെ പെൺകുട്ടികളെ ഒഴിവാക്കി കൊടുത്തിരുന്നൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അത് പ്രതികരിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. പക്ഷേ ആ പെൺകുട്ടിയുടെ സ്വകാര്യതയെ കടന്നു കയറുന്ന ഒരു പരിപാടിയാണത്. ആ സ്വകാര്യതാബോധം ഭരണഘടനാപരമായതും രാഷ്ട്രീയമായതുമായ ഒരു സ്വകാര്യതാബോധം നമ്മളുടെ മനസ്സിൽ വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ തെറ്റിനെയൊക്കെ പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെയാണ് എനിക്ക് ചില കാര്യങ്ങൾ പ്രജിത്ത് പറഞ്ഞതിനൊക്കെ കോറിലേറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത്. മതവൈര്യത്തിൻ്റെയും ജാതി വൈര്യത്തിൻ്റെയും മതജാതി സ്വാധീനത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ളൊരു പ്രദേശമാണ് കേരളം. അതിന് ഏറ്റവും കൃത്യമായൊരു ഉദാഹരണം എന്നെ ജേർണലിസം പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞു തന്നൊരു ഉദാഹരണമാണ്. ഓരോ ഞായറാഴ്ചയും ഈ രാജ്യത്ത് എത്ര കണ്ട് ജാതീയതയും മതബോധ്യങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അന്നത്തെ മാട്രിമോണിയൽ പേജ് എടുത്ത് നോക്കിയാൽ മതി. ആ മാട്രിമോണിയൽ പേജിൽ കാണാം, നമ്മൾ കേട്ടിട്ടില്ലാത്ത ജാതികളൊക്കെ കാണാം. നാടാർ ക്രിസ്ത്യൻ, ചേരമർ ക്രിസ്ത്യൻ, ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എഴുതി വയ്ക്കുന്നതിൻ്റെ കാര്യം ആ വിഭാഗങ്ങളുമായേ ഞങ്ങൾ ഇടപെടുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു തീരുമാനമാണത്. അത്തരത്തിലുള്ളൊരു സ്വഭാവം നമുക്ക് ഇന്നും ഈ വരുന്ന ഞായറാഴ്ചയും നമുക്ക് മാട്രിമോണിയൽ കോളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ജാതിബോധവും മതബോധവും തന്നെയാണ് അതിലേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയമാണ് ഈ നേരത്തെ പ്രദീപ് സാർ ചോദിച്ച ഈ ബുള്ളിയിങ്ങിൻ്റെ വിഷയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ, ഈ ബുള്ളിയിങ് എന്ന് പറയുന്നത് ഞാനിതിൻ്റെ നിയമവിദഗ്ധരൊക്കെയായി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ അതിനൊരു നിയമം ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്താണ് ബുള്ളിയിങ് എന്ന് അറിഞ്ഞുകൂടാ. നിയമത്തിൻ്റെ മുന്നിൽ കൃത്യമായൊരു ഡെഫിനിഷൻ അതിനില്ല. പഴയ IPC-യിലൊക്കെ ചില വാക്കുകളൊക്കെ കാണാൻ സാധിക്കും. നത്തിങ് അതർ ദാൻ, ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും എന്ന് പറയുമ്പോൾ ഇതാണത് എന്ന് കൃത്യമായി ഈ വിഷയങ്ങളാണ് കുറ്റങ്ങളായി കണക്കാക്കുന്നത് എന്നതായിരുന്നു അതിൻ്റെ ഒരു വസ്തുത. ഈ ഡിജിറ്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക എന്നതാണ് ഒരു കാര്യം. അത് ഇത്തരത്തിലുള്ള അസഭ്യം പറയുക, അത് അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുക, അതിനൊക്കെയുള്ള പല നിയമ വഴികളുണ്ടായിരുന്നു. അത് ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ശക്തമായ ചില നിയമങ്ങളൊക്കെ എടുത്തു കളഞ്ഞതൊക്കെ ഇതിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ എന്നത് ഉദ്ദേശിക്കുന്നത് ഈ സിനിമാക്കാരുടെ ഒരു ഇടപെടൽ എന്ന് പറയുമ്പോൾ അത് സെലക്റ്റീവ് ആവുന്നതിൽ കൃത്യമായി കാര്യമുണ്ട്. ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നത് സാറിനോട്, അത് അതിൻ്റെ ക്ലൈമാക്സിൻ്റെ കഥ നമുക്ക് ഓർമ്മയില്ല. രണ്ട് ക്ലൈമാക്സ് ആയിരുന്നു. ഒരിടത്ത് മമ്മൂട്ടി ജയിക്കുന്നു, എവിടെ ജയിച്ചു കഴിക്കുന്നു, കല്യാണം കഴിക്കും. അതിന്റെ ഒരു റീജിയണൽ വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. തെക്കോട്ട് മോഹൻലാൽ കല്യാണം കഴിക്കുന്നു, വടക്കോട്ട് മമ്മൂട്ടി കല്യാണം കഴിക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ ഉത്തരങ്ങളൊക്കെ? അതാണ് കേരളത്തിന്റെ യാഥാർത്ഥ്യം. ഉത്തരം കിട്ടിയല്ലോ, അതാണ് അവസ്ഥ. അതുപോലെ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായി ഇപ്പോൾ മമ്മൂട്ടി തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അന്ന് നടത്തിയ ചില പത്രങ്ങളിൽ എഴുതിയതൊക്കെ പല ജപ്പാനിലൊക്കെ ചില തിയേറ്ററുകളിൽ ഈ സീറ്റിൻ്റെ തൊട്ടടുത്ത് കുറേ സ്വിച്ചുകളുണ്ട്, അതിൽ ഏത് സ്വിച്ചാണ് സെലക്ട് ചെയ്യാം എന്നൊക്കെ ഉണ്ട് അത്രേ. അല്ല, അതായിക്കോട്ടെ, അത് വ്യക്തിപരമായ ആസ്വാദനത്തിൻ്റെ ഒരു ആവിഷ്കാരമായിരിക്കാം, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഈ പ്രചരണം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, വളരെ കൃത്യമായി എനിക്കറിയാവുന്നൊരു കാര്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൃത്യമായി ഇടപെടാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരു ആഘോഷം നടക്കുമ്പോൾ ആ ആഘോഷത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നു. ആ ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെ അതിൽ ചേർന്ന് ആ ആഘോഷം കൊഴുപ്പിക്കാൻ വളരെ കൃത്യമായി ഇടപെടുന്നു. രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്, രാഷ്ട്രീയ ഉദ്ദേശത്തോടെ തന്നെയാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു സിനിമയെ ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പോസ്റ്റർ. അത് ആ കൺസേൺഡ് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയാണ് പിന്നിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതാണ് ഉദ്ദേശം. പല സിനിമാക്കാരുടെ ഉദ്ദേശം ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ പല ദുരുദ്ദേശങ്ങളും ഒക്കെയുള്ള ഒരു സംവിധാനമാണ് ഈ രാഷ്ട്രീയവും സിനിമയൊക്കെ.
അത്തരത്തിലുള്ളൊരു ഏർപ്പാടാണ് പേളിമാണിയുടെ കേസിലായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പേളിമാണി ഉദ്ദേശിക്കുന്നത് അവർക്കൊരു പബ്ലിസിറ്റി എന്ന ഉദ്ദേശത്തിൽ അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകാം, അവരൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം. ആ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അവരെ 3 ലക്ഷം എന്നാണ് ഞാനൊരു പത്രത്തിൽ കണ്ടത്, 2 ലക്ഷം അല്ല 3 ലക്ഷം അൺഫോളോ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അൺഫോളോ ചെയ്യുക, അങ്ങനെയുള്ള നിങ്ങളുടെ സാധ്യതകൾ ഒഴിവാക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും പ്രശ്നം വരുന്നത് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് ട്രംപ് കാർഡായി അവർ ഉപയോഗിക്കുന്നത് ഭരണഘടന എന്നാണ്. ഈ ഭരണഘടനാ ബോധ്യങ്ങളുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം. അവരെ ഉപദ്രവിക്കാനോ അശ്ലീലം പറയാനോ പോകരുത്, അവരെ ആക്ഷേപിക്കാൻ പോകരുത്, സൈബർ ബുള്ളിങ്ങിന് പോകരുത് എന്ന ഒരു ഭരണഘടനാ ബോധ്യമില്ലാത്തതാണ് അടിസ്ഥാനപരമായ ഇതിൻ്റെ പ്രശ്നം. പ്രക്ഷോഭങ്ങളുണ്ടാവും, പ്രക്ഷോഭങ്ങൾക്ക് നേരെ വിമർശനങ്ങളുണ്ടാവും, പ്രക്ഷോഭങ്ങളുടെ പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഓരോ പ്രക്ഷോഭത്തിനും ഇപ്പോൾ പേളിമാണി പറഞ്ഞതുപോലെ ആ കുട്ടികളോട് സുരക്ഷിതരായിരിക്കാൻ പറഞ്ഞു. സുരക്ഷിതരായി തിരിച്ചു മറുപടിയുണ്ട്, മറ്റൊരു വശമുണ്ട്. സുരക്ഷിതരായി ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, സുരക്ഷിതരായി ജാലിയൻ വാലാബാഗിൽ കൊല്ലപ്പെട്ട മനുഷ്യർ സുരക്ഷിതരായിരിക്കാൻ ശ്രമിച്ചാൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. ഈ ചോദ്യം തിരിച്ചും ചോദിക്കാം. ഇതിങ്ങനെ ഡയലോഗുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ബുള്ളിങ് നടത്തുന്ന ഒരു ഏർപ്പാട്, ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. സ്ത്രീകളെയൊക്കെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ വൃത്തികേടുകളാണ്. അതൊക്കെ ചെയ്യുന്നൊരു നീക്കം നടത്തുന്നത് ഒട്ടും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ ബുള്ളിങ്ങിനെ സംബന്ധിച്ച് കുറേ കൂടി കൃത്യമായ നിയമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഡ്രാക്കോണിയൻ നിയമമായി മാറുമെന്നുള്ളൊരു വിമർശനവും വരുന്നുണ്ട്. ദുരുപയോഗപ്പെടുത്താം എന്നുള്ളത്